നീയോ ശ്രുതിയോ അവനോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമെന്നും അതുകൊണ്ടാണ് അവൻ ഭീഷണിക്കത്ത് തരുന്നതെന്നും സച്ചി പറയുന്നതിനെ വർഷ അനുകൂലിക്കുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ശ്രുതി അതിനെ തടയുകയും പോലീസും കേസുമൊക്കെ ആയാൽ അത് ബിസിനസിനെ ബാധിക്കുമെന്നും പറയുന്നു. പിന്നീട് പാർലറേട്ടത്തിക്ക് എന്തോ കള്ളത്തരമുണ്ടെന്നും ആ സ്വാമി തന്നെയാണ് ശ്രുതിക്ക് ലെറ്റർ കൊടുക്കുന്നതെന്നും അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്നും സച്ചി പറയുന്നു. ഇത് പറഞ്ഞു നിന്ന് കേൾക്കുന്ന ശ്രുതിക്കാകെ ടെൻഷനാകുന്നു. പിന്നീട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ശ്രുതി മീരേനെ അറിയിക്കുന്നു. തുടർന്ന് ഇനി സച്ചി വെറുതെ ഇരിക്കില്ലെന്നും നവീനെ സച്ചി കണ്ടുപിടിച്ച് അവനെ കൊണ്ട് സത്യങ്ങൾ പറയിച്ചാൽ എൻ്റെ ജീവിതം അതോടെ തീരുമെന്നും ഈ വിഷയത്തിൽ നിന്നും അവൻ്റെ ശ്രദ്ധ മാറണമെങ്കിൽ സച്ചിയുടെ കയ്യിലുള്ള വീഡിയോ ആൻ്റണിയുടെ കയ്യിൽ കിട്ടണമെന്നും അതെല്ലാവരും കാണുന്നതോടെ സച്ചി ആ വിഷയത്തിൽ നിന്നും പോകുമെന്നും ശ്രുതി മീരയോട് പറയുന്നു. ശേഷം സച്ചിയുടെ കാറ് ട്രിപ്പ് പോകാനായി നീ വിളിക്കണമെന്നും തന്ത്രപൂർവ്വം സച്ചിയുടെ ഫോൺ കൈക്കലാക്കി ആ വീഡിയോ എനിക്ക് ഇട്ടു തരണമെന്നും ശ്രുതി പറയുന്നു. ഇത് കേൾക്കുന്ന മീര എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും ശ്രുതിയുടെ നിർബന്ധം മൂലം മീര അതിന് സമ്മതിക്കുന്നു. പിന്നീട് സ്വാമിയെ അന്വേഷിച്ച് ക്ഷേത്രത്തിലെത്തുന്ന സച്ചി അവിടെ വെച്ച് പരിചയമുള്ള ഒരാളെ കാണുകയും ആ സ്വാമിനെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ സ്വാമി ഒരു ഫ്രോഡ് ആയിരുന്നുവെന്നും അന്നദാനത്തിൻ്റെ പേരിൽ അവൻ ഇവിടെ വന്ന ആളുകളോടെല്ലാം പണം പിരിച്ചുവെന്നും എല്ലാവരും ചേർന്ന് അവനെ നന്നായി പെരുമാറിയെന്നും പറഞ്ഞ് നവീനെ അടിച്ചൊതുക്കുന്നതിൻ്റെ വീഡിയോ ആ പരിചയക്കാരൻ സച്ചിനെ കാണിക്കുന്നു. അതോടെ സച്ചി നവീനെ തിരിച്ചറിയുന്നു. പിന്നീട് മീര ഓട്ടം വിളിച്ചതനുസരിച്ച് എത്തുന്ന സച്ചിയുടെ കയ്യിൽ നിന്നും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നുവെന്നും അത്യാവശ്യമായൊരു കോൾ ചെയ്യണമെന്നും പറഞ്ഞ് മീര ഫോൺ വാങ്ങുന്നു. തുടർന്ന് മീര ശ്രുതിയുടെ ഫോണിലേക്ക് വീഡിയോ അയക്കുന്നതിന് തൊട്ടു മുമ്പായി രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതോടെ സച്ചി മീരയുടെ കയ്യിൽ നിന്ന് ഫോൺ തിരികെ വാങ്ങി രേവതിയോട് സംസാരിക്കുന്നു. തുടർന്ന് സച്ചി രേവതിയോട് വളരെ റൊമാൻറ്റിക്കായി സംസാരിക്കുകയും ശ്രുതിക്ക് കത്ത് കൊടുക്കുന്ന ആളെ ഞാൻ കണ്ടെത്തിയെന്നും പറയുന്നു. പിന്നീട് ശ്രുതിനെ വിളിക്കുന്ന മീര സച്ചിയുടെ ഫോണിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ ശ്രുതി മീരയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് സച്ചിയും രേവതിയും തമ്മിലുള്ള സംസാരം കേട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തോന്നുന്നുവെന്ന് മീര പറയുന്നത് കേട്ട് ശ്രുതിക്കാകെ ദേഷ്യം വരുന്നു. ശേഷം ലെറ്റർ കൊടുക്കുന്നത് നവീനാണെന്ന് സച്ചി അറിഞ്ഞ വിവരം മീര ശ്രുതിയോട് പറയുന്നതോടെ ടെൻഷൻ അടിക്കുന്ന ശ്രുതിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.